കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. മുട്ട ബജിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. തട്ടുകടകളിലൊക്കെ കിട്ടുന്ന സൂപ്പറായിട്ടുള്ള ഒരു ബജിയാണിത്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. ബജി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് കടലമാവാണ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കടലമാവാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പതച്ച് പൊങ്ങാനായിട്ട് ഈസ്റ്റോ അപ്പക്കാരോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ എരിവൊക്കെ കൂടുതൽ വേണ്ട എന്നുള്ളതാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റായ കായമാണ്. കായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ. കായം അത്യാവശ്യം ചേർക്കണം കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് ബജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ആ ഫ്ലേവറൊക്കെ കിട്ടുമ്പോഴേ. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. ബജി ബാറ്ററിനൊന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂൺ അരിപ്പൊടി. സാധാരണ അരിപ്പൊടി ഇല്ലേ, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടി ഇതിനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചെടുക്കാം കേട്ടോ. വെള്ളം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. കുറച്ച് ലൂസായിട്ടിരിക്കണം. മുട്ടയിൽ ഇങ്ങനെ കവർ ചെയ്ത് വരണം, അതേപോലെ കേട്ടോ. ഇതേപോലെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറന്നേക്കല്ലേ. മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചു. തണുത്തതിന് ശേഷം തോടൊക്കെ കളഞ്ഞിട്ട് അതിലുണ്ടാവുന്ന വെള്ളം മുഴുവൻ നമുക്ക് തുടച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളത്തോടെ മാവിൽ മുക്കി എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ അതിലെ വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചു. ബാറ്ററും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മുട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയോ ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിടണം. എന്നിട്ട് നമുക്ക് ഓരോ പീസും മുട്ട മാവിലിങ്ങനെ കവർ ചെയ്തിട്ട് കോരിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ ചെയ്യേണ്ട. എണ്ണ ചൂടായതിന് ശേഷം മീഡിയമിലോ അല്ലെങ്കിൽ സിമ്മിലോ വെച്ചിട്ട് വേണം മുട്ട മാവിൽ മുക്കിയിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഞാനിങ്ങനെ കയ്യിൽ കോരിയിട്ടാണ് വെക്കുന്നത്. കയ്യിലൊക്കെ വയ്ക്കുമ്പം ചിലപ്പം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം എണ്ണയിൽ കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ഇതേപോലെ ഓരോന്നും വെച്ച് കൊടുത്തതിന് ശേഷം ഒരല്പസമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അടിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടാവും. മുട്ട വേവിച്ചത് തന്നെയാണ്, എന്നാലും നമുക്ക് മാവൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണ്ടേ. ഏകദേശം ഇതേ കളറായിട്ട് വരുമ്പോൾ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരുടെ അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.